ലൈംഗിക വൈകൃതമുള്ള ഒരാളെ, അതായത് സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈംഗിക വൈകൃതപരമായിട്ട് സമൂഹത്തിൽ ബിഹേവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു മാനസിക വൈകൃതത്തിന് ഉടമയാണോ അയാൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രോഗം എന്ന് പറയുന്നത്, ഈ മാനസിക വൈകൃതപരമായിട്ടുള്ള ഈ രോഗം എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം പബ്ലിക് വയലേഷനാണ്, സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ശിക്ഷാ നടപടി എന്ന് പറയുന്നത് ജയിലിലിടുക എന്നുള്ളത് മാത്രമല്ല, ആ ജയിലിൻ്റെ ഒപ്പം തന്നെ ആൾക്ക് കൊടുക്കേണ്ട സൈക്കാട്രി ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതായത് ഈ സ്കീസോഫീനിയ എന്ന് പറയുന്ന ഈ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഉന്മാദ അവസ്ഥയാണ്. നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മളുടെ മനസ്സ് പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഉന്മാദാവസ്ഥയാണ്. ചിലപ്പോൾ മനസ്സും കൂടിയിട്ട് ആ ഒരു ഉന്മാദാവസ്ഥയിൽ ഇൻവോൾവ് ആയിരിക്കാം. പരസ്പരം വിരുദ്ധമായിട്ടുള്ളതിൻ്റെ അപ്പുറം പരസ്പരം യോജിച്ചുകൊണ്ട് തന്നെ പെരുമാറുന്നുണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും പബ്ലിക് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക വിരുദ്ധമായിട്ട് നിലനിൽക്കുന്ന ഈ പറയുന്ന മാനസികമായിട്ടുള്ള വൈകൃതങ്ങളെ, സാമൂഹിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ചികിത്സിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ശിക്ഷാ നടപടികൾ. അതേപോലെ തന്നെ അവരെ ശിക്ഷിക്കേണ്ടത് അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് കൊടുക്കേണ്ട ചികിത്സയും കൂടി പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം സവാദ് എന്ന് പറയുന്ന ഒരാൾക്ക് മുന്നിൽ കിട്ടിയ ശിക്ഷ അത് പ്രായോഗികമല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് രണ്ടാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത്. പല ഇതുപോലത്തെയുള്ള മാനസിക വൈകൃതങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ പബ്ലിക്കലി തല്ലുമ്പോൾ അവർക്ക് ആ വേദന ഒരിക്കലും അവർക്ക് വലിയ വേദനയായിട്ട് ഫീൽ ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വേദനയേക്കാളും മുകളിലാണ് ഉന്മാദാവസ്ഥ എന്ന് പറയുന്നത് കെടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചികിത്സിക്കാതെ, പ്രോപ്പറായിട്ടുള്ള ശിക്ഷാ നടപടികളില്ലാതെ വീണ്ടും ഇയാൾ റിലീസ് ചെയ്യപ്പെടുമ്പോൾ അത് സമൂഹത്തിന് വെല്ലുവിളിയാണ്, ഗവൺമെൻറ്റിന് വെല്ലുവിളിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.